നമസ്കാരം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിലുള്ള റോഡുകളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് റോഡിൻ്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് മുറിച്ച് വെച്ചേക്കുന്നത് പോലെ ഒരു അരയടിയോ അല്ലെങ്കിൽ മുക്കാലടിയോ താഴ്ചയിൽ ഇങ്ങനെ രണ്ട് വശവും റോഡിന് ഇങ്ങനെ എഡ്ജുണ്ടാക്കി അപകടകരമായ വിധത്തിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും, ഇതെന്താണ് ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്, ശരിക്കും ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്, അതോ ഇത് ഇങ്ങനെയാണോ? അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഇതിങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടിട്ടുണ്ടാകാം, അയ്യോ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾക്ക് റോഡിലേക്ക് വണ്ടി കയറ്റാൻ പറ്റുന്നില്ലല്ലോ, ഇവിടെ ഇങ്ങനെ ഇത്രയും കനത്തിൽ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്ന പോലെ അല്ലെങ്കിൽ കട്ടിങ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ, അത് ശില്പം ഒന്ന് സ്ലോപ്പ് പോലെ ആക്കി വാർത്ത് തരാമോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ പലപ്പോഴും പല ഉദ്യോഗസ്ഥരോടും അല്ലെങ്കിൽ റോഡിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പം എനിക്കും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിലെ എല്ലാ സ്ഥലങ്ങളിലും റോഡുകൾ ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ, നമ്മുടെ ഗ്രാമങ്ങളിൽ കാണുന്നത് പോലെ ഈ കേക്ക് മുറിച്ച് വെച്ചേക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു അലുവ രണ്ട് വശവും ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്നത് പോലെ ഒരടി, മുക്കാലടി, അരയടി താഴ്ചയിൽ റോഡ് ഇങ്ങനെ മണ്ണിൽ നിന്ന് പൊങ്ങി നിൽക്കുകയും ഒരു ടൂ വീലറുകാരനോ അല്ലെങ്കിൽ ഒരു ബൈക്കുകാരനോ അല്ലെങ്കിൽ സൈക്കിളുകാരനോ അല്ലെങ്കിൽ ഒരു കാൽനടക്കാരനോ അല്ലെങ്കിൽ ഒരു കാറുകാരൻ പോലും ഈ റോഡിൽ നിന്ന് പുറത്തേക്ക് ടയർ പോയാലേ പിന്നെ കാർ തിരിച്ചു കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു 10 പേരുടെ സഹായം വേണം എന്നൊരവസ്ഥ. അങ്ങനത്തെ അവസ്ഥയിലാണോ ലോകത്തെ എല്ലാ റോഡുകളും പണിതു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. സോ ഇന്ന് നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളുടെ ഗ്രാമങ്ങളിലുള്ള റോഡുകളിൽ നമ്മുടെ സർക്കാർ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു കോൺക്രീറ്റ് മെത്തഡോളജി, ഇത് ശരിയാണോ? ഇത് എത്രത്തോളം ഇന്റർനാഷണലി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമ്മുടെ അധികാരികളൊന്നും ഈ റോഡ് ഇങ്ങനെ ഇത്രയും അപകടകരമായ വിധത്തിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരൊന്നും കാണുന്നില്ലേ? രാത്രി കാലങ്ങളിലൊക്കെ പോകുന്ന ഒരു ബൈക്കുകാരൻ ഈ റോഡിൽ നിന്നും തെന്നിപ്പോയാലേ തീർച്ചയായിട്ടും അപകടം ഉണ്ടാകുമല്ലോ. ഇതൊക്കെ നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യമാണ്. സോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണണം. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പലപ്പോഴും ഈവനിങ്ങിലൊക്കെ ഒരു വാക്കിനൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ റോഡുകളും ഫുട്പാത്തും അതുപോലെ കാൽനടക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഞാനിതൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന റോഡുകൾ അവയുടെ കൃത്യതക്കുറവ്, കൃത്യമായ സാങ്കേതികവിദ്യ ഉപയോഗിക്കാതെ അത് ചെയ്തു വെക്കുന്നത് കൊണ്ട് 2-3 മാസങ്ങൾക്കുള്ളിൽ അത് നശിച്ചു പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്ന ചില റോഡുകളുടെ നിർമ്മാണത്തിലുള്ള അപാകതകളും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുമ്പം അവിടുത്തെ റോഡുകളിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ റോഡുകൾ കാണുന്നത്, യഥാർത്ഥത്തിൽ റോഡുകൾ എങ്ങനെയാണ് കൃത്യമായ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടുത്തെ റോഡുകളിൽ നടക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. പലപ്പോഴും റോഡുകളിൽ നമുക്ക് ഇളകി നിൽക്കുന്ന സ്ലാബുകളോ മനുഷ്യർക്ക് അപകടകരമായ രീതിയിൽ ഗ്യാപ്പുമായിട്ട് ഇങ്ങനെ അകന്ന് നിൽക്കുന്ന സ്ലാബുകളോ ഇതൊന്നും നമുക്ക് ഇവിടുത്തെ റോഡുകൾ കാണാൻ കഴിയില്ല. ഇവിടുത്തെ റോഡുകളൊക്കെ തന്നെ ഇവിടുത്തെ ഓടകളൊക്കെ തന്നെ കൺസീൽഡാണ്. എന്ന് വെച്ചാൽ അവിടെ ഓടയുണ്ടെന്ന് നമുക്ക് റോഡിൽ നിന്ന് കാണാൻ കഴിയില്ല. അഥവാ ഇനി വാട്ടർ ലൈനിൻ്റെ മാൻഹോളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സംവിധാനങ്ങളുടെ മാൻഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും മാൻഹോൾ കവർ ചെയ്ത് അതിനെ ഒരു പ്രോപ്പറായിട്ട്, അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഇവിടുത്തെ ഒരു പൗരനും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന
ഒരു 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 നിർമ്മിതി കൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇവിടുത്തെ പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും അത് പബ്ലിക്കിന് ഒരു അപകടമുണ്ടാവരുത് എന്ന ലക്ഷ്യം മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ആ ഒരു ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് ഇത്ര വൃത്തിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടുത്തെ പല ടൗണുകളിലൂടെയും ഇവിടുത്തെ പല ഗ്രാമങ്ങളിലൂടെയും നടന്നു പോവുകയാണെങ്കിൽ റോഡുകളോടനുബന്ധിച്ച ഫുട്പാത്തും അതിൻ്റെ അനുബന്ധിച്ച ഓടകളും നമുക്ക് ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിച്ച് അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് അതങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഏതൊരു ഗ്രാമത്തിൽ പോയാലും ഏത് വിജനമായ മേഖലയിൽ പോയാലും ഇവിടെ കർബ് വാൾ എന്ന് പറയുന്ന സാധനം റോഡിൻ്റെ നമ്മുടെ ടാർ റോഡിങ്ങിൻ്റെ എഡ്ജിൽ കർബ് വാൾ ഉണ്ടാവും. ഈ കർബ് വാള് ഇതാണ് കർബ് വാള്. ഈ കർബ് വാള് ഈ ടാർ റോഡിങ്ങിൻ്റെ എഡ്ജിലുണ്ടാവും. ഈ കർബ് വാളിൻ്റെ സൈഡിൽ ഇരുവശവും ഫുട്പാത്ത് ഉണ്ടാവും. ഈ ഫുട്പാത്ത് ഒന്നുകിൽ ഇൻ്റർലോക്ക് ഇട്ടതായിരിക്കും, അല്ലെങ്കിൽ പുല്ല് മേഞ്ഞതായിരിക്കും. അത് വിവിധ രൂപങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സോ ഇവിടെയൊന്നും നമുക്ക് ഓട നമുക്ക് പുറമേ കാണാൻ കഴിയില്ല. എന്നാൽ ഓടയില്ല എന്നുള്ളതല്ല, ഓടയുണ്ട്. ഈ ഇൻ്റർലോക്കിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പുല്ല് നട്ടേക്കുന്ന ആ മണ്ണിൻ്റെ അടിയിലോ കൺസീൽഡായിട്ട് ഓടയുണ്ട്. അതായത് റോഡിൽ വീഴുന്ന വെള്ളം ഈ രണ്ട് സൈഡിലും ഈ കർബ് വാളിനോട് അനുബന്ധിച്ച് ഇത്ര ഡിസ്റ്റൻസിൽ കർബ് വാളിൽ സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. ആ സ്ട്രെയിനറെ കൂടെ അരിച്ച് ഓടയിലേക്ക് ഒഴുകി പോകുന്നു. അതാണ് ഇവിടെ സംവിധാനം. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയാലേ നമ്മൾ അത് ചെയ്യുന്നതിലുള്ള ചെലവ് നമുക്ക് എങ്ങനെ മീറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതായത് റോഡിന് പുറത്തുനിന്ന് ഒരു തരി മണ്ണ് വീഴാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതാണ് ഈ കർബ് വാൾ ചെയ്യുന്നത്. റോഡിലേക്ക് മണ്ണ് വീഴാതെ, പുറത്തുനിന്ന് മണ്ണ് ഒഴുകി വീഴാതെ റോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സൈഡിലുള്ള വാളാണ് ഈ കർബ് വാള്. അതോടൊപ്പം റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾ ഫുട്പാത്തിലേക്ക് കയറാതിരിക്കാനായിട്ട് ഒരു പാസഞ്ചേഴ്സിന് പെഡസ്ട്രിയൻസിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഈ കർബ് വാൾ ആക്ട് ചെയ്യും. കയറില്ല എന്നല്ല, കയറും. അതുപോലെ സ്പീഡിലൊക്കെയാണ് കയറും. പക്ഷെ ചെറിയ കേസുകളൊക്കെ അതിൽ അങ്ങനെ തട്ടി നിൽക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് വാളായിട്ടും ഈ കർബ് വാൾ ആക്ട് ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ സെൻറ്റർ പൊങ്ങിയിട്ടുണ്ടാവും. രണ്ട് സൈഡിലേക്കും റോഡ് ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലും കർബ് വാൾ ഉണ്ടാവും. കർബ് വാളിൽ നിന്ന് വീണ്ടും രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഫുട്പാത്ത്. അപ്പോൾ എന്താണ് ഈ കർബ് വാള് ഈ റോഡ് എവിടം വരെ പോകുന്നു അവിടെയൊക്കെ ഈ കർബ് വാളുണ്ട്. അതിൻ്റെ ഒരു പരിണിതഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു മജോറിറ്റി പെർസെൻറ്റേജ് വെള്ളം മാത്രമേ റോഡിൽ നിന്ന് ഓടയിലേക്ക് പോവുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഓടകൾക്കുള്ള പ്രശ്നം എന്താണ്? 4 മഴ പെയ്യുമ്പം ഈ റോഡിൽ കൂടെ മുഴുവൻ പറമ്പുകളിൽ നിന്ന് വരുന്ന വെള്ളം കുത്തി മറിഞ്ഞ് അത് റോഡിലൂടെ ഒഴുകി നമ്മുടെ ഓടകളിലെത്തും. നമ്മുടെ ഈ ഓടകളിലെല്ലാം പറമ്പിൽ നിന്ന് വരുന്ന ചെളിയും ഇലകളും ചെറിയ കമ്പുകളും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ഓടകളിൽ വന്ന് നിറഞ്ഞ് നിൽക്കും. അപ്പം ഓട ബ്ലോക്കാവും. പിന്നെ അത് നമ്മൾ കോരാൻ വേണ്ടിയിട്ട് അടുത്ത ആളെ വെക്കണം. അങ്ങനെയുള്ളൊരു വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പം അതിന് പകരമായിട്ട് ഓടയ്ക്കുള്ളിലേക്ക് ഈ റോഡിൽ വീഴുന്ന മഴവെള്ളമല്ലാതെ മറ്റൊന്നും പോകാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ കർബ് വാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾ ഫുട്പാത്തിലേക്ക് കയറാതിരിക്കാനായിട്ട് പെഡസ്ട്രിയൻസിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഈ കർബ് വാൾ ആക്ട് ചെയ്യും. സോ ഈ ടാറിങ് റോഡ് രണ്ട് കർബ് വാളുകൾക്കിടയിൽ കൺസീൽഡായി അതിങ്ങനെ നിൽക്കുമ്പം അതിൻ്റെ ഒരു ലൈഫും കൂടും. അതാണ് അതിൻ്റെ വേറൊരു ഫാക്റ്റ്. അതായത് നമ്മൾ 4 വശവും അല്ലെങ്കിൽ 2 വശവും നല്ലപോലെ ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു
കോൺക്രീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ടാർ ആണെങ്കിലും അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കൺസീൽഡ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അതേസമയം രണ്ട് സൈഡ് എഡ്ജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിങ്ങനെ ഓപ്പണായി പറഞ്ഞു പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പം അതിനെ ഒരു കംപ്രസ് ചെയ്ത് നിർത്തുക എന്നൊരു ഉദ്ദേശം കൂടി കർബ് വാളിനുണ്ട്. കർബ് വാൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ റോഡിൻ്റെ ആയുസ് കൂടും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇരുവശങ്ങളിലും ഒരു ഓടയുടെയും സ്ലാബ് നമുക്ക് മണ്ണിന് മുകളിൽ നമ്മൾ നടന്നു പോകും, ഫുട്പാത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. മാഗ്നോൾ ഓപ്പണിങ് നമുക്ക് കാണാൻ കഴിയും. അതുവഴി നമ്മൾ ഇപ്പം പല കാര്യങ്ങൾക്കും, അതായത് നമ്മുടെ വാട്ടർ ലൈനിൻ്റെ മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള ഓപ്പണിംഗ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതല്ലാതെ ഈ ഓട ഈ ഫുട്പാത്തിനിടയിൽ കൂടെ പോകുന്നുണ്ടെന്ന് നമുക്ക് ഇതുവഴി നടന്നു പോകുമ്പോൾ മനസ്സിലാവുകയേ ഇല്ല. അത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതും നല്ല താഴ്ചയിലാണ്. ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ നാട്ടിൽ പോയപ്പം ഞാൻ NH-66 സൈഡിലുള്ള അറ്റാച്ച്ഡ് റോഡിൻ്റെ വശങ്ങളിൽ നോക്കുമ്പം ഈ ഓടകളൊക്കെ റോഡിനെക്കാട്ടിലും ഒരു അരയടി ഒരടി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ഓടയുടെ സ്ലാബുകളൊക്കെ ഇങ്ങനെ റോഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അതിൽ ചിലതൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ആയി ആളുകളൊക്കെ കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ വളരെ വൃത്തികേടായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന് ഇത് കൺസീൽഡ് ആക്കണം എന്ന് അറിയാൻ മേലാഴിയൊന്നുമില്ല. പക്ഷേ അവർക്കറിയാം ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ കർബുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാതെ നമ്മൾ ഇത് ഈ ഓട കൺസീൽ ചെയ്ത് അതിന് മുകളിൽ മണ്ണിട്ട് നമ്മൾ പുല്ല് വയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് മുകളിൽ നമ്മൾ ഇൻ്റർലോക്ക് ഇടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കറിയാം ഈ ഓട ഓട്ടോമാറ്റിക്കായിട്ട് നിറയും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. വാട്ട് ഇറ്റ് ഈസ്, ഇത് നമുക്ക് വളരെ വിഷമമുണ്ടാകുന്നൊരു കാര്യമാണ്. ഇതിനേക്കാളും പ്രധാനമായിട്ട് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എന്നൊരു ചോദ്യം. അല്ലെങ്കിൽ നീയൊക്കെ ഇപ്പം നാട്ടിൽ നിന്ന് കാണുന്നവർ വിചാരിക്കുക ഇവർ ആ രാജ്യത്ത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ അവരിരുന്നുകൊണ്ട് പറയുന്നതല്ലേ, ഇവിടെ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പം നമുക്ക് ചില അനുഭവങ്ങളുണ്ടാവും. ഉദാഹരണം, നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഉപയോഗിക്കാതെ നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ധാരണ ഈ ഫോൺ കോൾ വിളിക്കാനും SMS അയക്കാനും മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് ഒരാൾ നമ്മളോട് വന്നിട്ട് ഇത് സ്മാർട്ട് ഫോണാണ്, ഇതിന് മറ്റു ചില ഉപയോഗങ്ങളുണ്ട്, ഇതിങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ ഇത് ഉപയോഗിക്കുന്ന മറ്റൊരാൾ വന്നിട്ട് ചൂണ്ടിക്കാണിച്ചു തരുമ്പം നമ്മളപ്പോൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആകും. അയ്യോ ഇതിന് ഇങ്ങനെയൊക്കെ ഉപയോഗം ഉണ്ടായിരുന്നു, അപ്പം ശരിക്കും അത് അങ്ങനെയായിരുന്നു, അയ്യോ ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷനാണ് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പം ഞാൻ പബ്ലിക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും കുറ്റപ്പെടുത്താൻ വേണ്ടി, കാരണം കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഇനി എന്തെങ്കിലും ഇപ്പോൾ ഇനി കുറേ കുറ്റപ്പെടുത്തലൂടെ ഉണ്ടാക്കിയിട്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ഇനിയുള്ള പഞ്ചായത്തിൻ്റെ റോഡ് പണികളൊക്കെ ചെയ്യുന്ന സമയത്തെങ്കിലും നമുക്ക് വളരെ വെച്ചാൽ ഫുള്ളായിട്ടല്ലെങ്കിൽ പോലും സാധിക്കുന്ന അത്രയും റോഡുകളുടെ പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യമാണ് അതിൻ്റെ പുറംപോക്ക് തീർത്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം റോഡിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തിൻ്റെ മണ്ണ് റോഡിൻ്റെ വശങ്ങളിൽ തിട്ടമിട്ട് നിൽക്കാൻ പാടില്ല. അത് വലിയ അപകടം ഉണ്ടാക്കും. അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. റോഡ് പൂർണ്ണമായിട്ടും അതിൻ്റെ ഇരുവശങ്ങളിലുള്ള പുറംപോക്ക് എത്ര മീറ്ററാണോ അത്രയും മീറ്റർ വെച്ച് ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ പുറംപോക്ക് തീർത്തെടുത്ത് നമ്മൾ റോഡിന് മാക്സിമം വീതിയിലേക്ക് എത്തിക്കുക. അതിനുശേഷം അതിൽ നമുക്ക് എത്ര അടി അല്ലെങ്കിൽ എത്ര മീറ്റർ വീതിക്ക് ഇരുവശങ്ങളിലും നമുക്ക്
ഇത് വേണം, അതായത് ഫുട്പാത്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് തീരുമാനിച്ച് അതിൻ്റെ ബാലൻസ് ഉള്ളത് മൊത്തം നമ്മൾ ടാർ ചെയ്ത് നമ്മൾ റോഡായിട്ട് ഉപയോഗിക്കണം. പക്ഷേ ഒരിക്കലും നമ്മുടെ അധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ, ഉദ്യോഗസ്ഥർ, നമ്മുടെ ജനപ്രതിനിധികൾ, അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലൊരു തീരുമാനം സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് പറഞ്ഞതുകൊണ്ട് ആരും സ്വാഗതം ചെയ്യില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താ, റോഡിൻ്റെ ഇവിടം തൊട്ട് അവിടം വരെ ടാർ ചെയ്തു എന്ന് പറയേണ്ടി വരും. അതായത് ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് ദൈവംപടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. അവിടെ തൊട്ട് തുടങ്ങുന്ന റോഡ് ഒരു പാലമറ്റം വരെ, ദൈവംപടി തൊട്ട് പാലമറ്റം വരെ പോകുന്ന റോഡാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട്. ഞാൻ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞത് ആളുകൾക്ക്, ഞാനുമായിട്ട് പരിചയപ്പെട്ടുള്ള ആളുകൾക്ക് എങ്കിലും മനസ്സിലാകാനാണ്. അപ്പം അവിടുത്തെ ജനപ്രതിനിധികൾക്ക് എന്താണ് അവരുടെ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇവിടം തൊട്ട് ഇവിടം വരെ ഞങ്ങൾ ടാർ ചെയ്തു, ഇതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെ ചെയ്തു എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ സൈഡ് മുഴുവൻ എടുത്ത് ഇത്ര വീതിക്ക് അത് മാക്സിമം വീതി എടുത്ത്, അത്തരം വീതി കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ എക്സ്പെൻസസ് കൂടും. അപ്പം അത് നമ്മൾ വെച്ചാൽ വീതി കുറച്ചോട്ട് വലിച്ചു നീട്ടുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം എത്ര നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, എത്ര നാണം കെട്ട ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ റോഡിന് ആവശ്യത്തിന് സ്ഥലമുണ്ട്, പക്ഷെ ആ സ്ഥലം എടുക്കാതെ അതവിടെ വെച്ചോണ്ട് റോഡ് മാക്സിമം വീതി കുറച്ച് പണിതിടുന്നു. എന്നിട്ട് അതിൻ്റെ സൈഡിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമം തോന്നും. ഇങ്ങനത്തെ ഭരണകർത്താക്കൾ, ഇങ്ങനത്തെ ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ള പണികൾ കാണിച്ചു വെക്കുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നാണം കെട്ട പരിപാടിയാണ്. നമ്മൾ ഈ റോഡ് ടാർ ചെയ്ത ശേഷം അതിൻ്റെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ആയിട്ട് ഒരു 6 ഇഞ്ച്, അതായത് 1/2 അടി 3/4 അടി കുഴി പോലെ, വെട്ടിത്താ പോലെ ഹൊറിസോണ്ടലായിട്ട്, ഞാനിത് കാണിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കുഴി പോലെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു 2 വീലറോ അല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരോ ഇതിനകത്തോടൊന്ന് തെന്നി വീണാൽ കഴിഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ കർബ് വാൾ, അതിൻ്റെ കോൺക്രീറ്റ് തീരുന്നിടത്ത് കർബ് വാൾ വെച്ച് ഫുട്പാത്ത് ചെയ്യേണ്ട, അത് ചെയ്യാതെ ഇത്ര ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് കാണുമ്പം നമുക്ക് എന്തെന്നില്ലാത്ത ഒരു എന്താ പറയുന്ന ഒരു ദേഷ്യം, അല്ലെങ്കിൽ നമുക്കത് ഈ ആരോട് പോയി നമ്മൾ പറയാനാ, നമുക്ക് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, ഇത് വിദേശ രാജ്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ അവരോട് പറഞ്ഞാൽ, അത് റോഡ് പണി ചെയ്യാൻ വരുന്നവരോട് നമ്മൾ ഇക്കാര്യം പറഞ്ഞാൽ അവരെന്ത് പറയും, ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇതിങ്ങനെ ചെയ്യാനാണ്. ഉദ്യോഗസ്ഥരോട് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇത് ആരും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല. ഇത് ആരാ ഇത് ചെയ്യേണ്ടത്? ഇത് ഭരണകർത്താക്കളാണോ, ജനപ്രതിനിധികളാണോ? ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമുക്കറിയില്ല ഇത് ആരാണ് ഇത് പോയി പറയേണ്ടത്. ഇത് ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയറോട് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് അവിടുന്ന് അങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഒരാളും മറ്റൊരാളുടെ മേലിലേക്ക് പഴി ചാരുന്ന ഈ ഒരു സംവിധാനം. സോ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മൾ 1 കിലോമീറ്റർ ചെയ്തുള്ളൂ. ആ കിലോമീറ്റർ 1 കിലോമീറ്റർ ചെയ്തോളെങ്കിൽ ആ 1 കിലോമീറ്റർ അത് ഐഡന്റിക്കൽ ആയിരിക്കണം, അതൊരു സ്റ്റാമ്പ് ആയിരിക്കണം. നമ്മൾ ചെയ്ത, അതായത് അത് യുണീക്ക് ആയിരിക്കണം. നമുക്ക് കേരളത്തിലെ മറ്റ് ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു വാർഡിലെ മെമ്പർ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇത് വലിയ 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 മിസൈല് ടെക്നോളജി ഒന്നും ഇതിനകത്തില്ല, അതായത് റോക്കറ്റ് സയൻസ് ഒന്നും ഇതിനകത്തില്ല. ഇതൊരു മെമ്പർ വിചാരിച്ചാൽ എൻ്റെ പഞ്ചായത്തിലെ ഇവിടെ തൊട്ട് ഇവിടെ 1 കിലോമീറ്റർ എനിക്കിതുപോലെ ഇരുവശങ്ങളിലെയും പുറമ്പോക്കുകൾ തീർത്ത് എടുത്ത് മാക്സിമം റോഡിന് വീതി, എത്രത്തോളം റോഡിന് വീതി വേണോ അത്രത്തോളം റോഡിന് വീതി ഇട്ട്, ഫുട്പാത്ത് ആവശ്യത്തിന് മാത്രം ഫുട്പാത്ത് ഇട്ട്, അനാവശ്യമായിട്ട് ഫുട്പാത്ത് ഇടേണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഫുട്പാത്ത്? അല്ലെങ്കിൽ ഇരുവശങ്ങളിൽ ഇങ്ങനെ വെട്ടിത്താ പോലെ ഒന്നുകിൽ കുഴി, അല്ലെങ്കിൽ ഇങ്ങനെ കൂന കൂട്ടി മണ്ണെ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അപകടകരമായ രീതിയിലാണ് നമ്മൾ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തന്നെ കൃത്യമായിട്ടൊന്ന് ചെയ്യുകയും പുറത്തുനിന്ന് പറമ്പുകളിൽ നിന്നുള്ള മണ്ണ് ഡയറക്റ്റ് നമ്മുടെ ഈ റോഡിലേക്ക് ഒഴുകി വന്ന് റോഡിൻ്റെ അകത്തേക്ക് ചാടുന്ന ഒരു സംവിധാനമൊക്കെ, അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുകയും ചെയ്ത് ഈ ഓടയൊക്കെ അടഞ്ഞു പോകാത്ത രീതിയിൽ ആ വെള്ളമൊക്കെ കൃത്യമായിട്ട് ഒഴുകി പോകുന്ന രീതിയിൽ ഇതിനെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ എത്ര ഭംഗിയുള്ള റോഡ്, നമ്മുടെ റോഡിൻ്റെ ഒക്കെ ആയുസ് കൂടും. ഇത് കൃത്യമായിട്ട് ചെയ്താൽ നമ്മുടെ റോഡിൻ്റെ ഒക്കെ ആയുസ് കൂടും, റോഡുകൾ നല്ല ഭംഗിയായിട്ട് വരും. അതുപോലെ റോഡിൻ്റെ തിക്നെസ്സുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം നമുക്കറിയാം അവർ
എത്രത്തോളം മെറ്റീരിയൽ ലാഭിക്കാൻ പറ്റുമോ അത്രത്തോളം മെറ്റീരിയലൊക്കെ ലാഭിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ആ സബ്ജക്റ്റുകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ മിനിമം ഞാൻ പറയുന്നത് ഒരു പഞ്ചായത്തിൽ 1 കിലോമീറ്ററെങ്കിലും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിൽ 1 കിലോമീറ്ററെങ്കിലും ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തിനാ ഈ സംവിധാനങ്ങൾ? നമുക്ക് എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ? എന്തൊക്കെയോ ചെയ്തു എന്ന് ആരെയൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ തച്ചുടയ്ക്കണം, ഉടച്ചു വാർക്കേണ്ട സമയം അതിക്രമിച്ചു. നമ്മൾ ഇതിനൊക്കെ ഒരുപാട് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഒന്നും ഈ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ വർക്കിൻ്റെ അതിൻ്റെ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. സോ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ഭരണാധികാരികളെ, നമ്മുടെ ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥരുടെ ഒക്കെ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ദയവായിട്ട് ഒരു 100 മീറ്ററെങ്കിലും ഓരോ പഞ്ചായത്തിലും നമുക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയണം. അല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കുന്ന ഇതുപോലെ ഇരുവശങ്ങൾ ഇത്ര കുഴിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു? അത് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. നമ്മൾ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തു വയ്ക്കുന്നത്? അപ്പം ഇത്തരം കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ സമൂഹത്തിന് നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരുത്തേണ്ട മേഖലകൾ നമുക്ക് എവിടെയാണ്? ഇത് ഇങ്ങനെ മാറ്റം വരുത്തിയാൽ അത് നന്നാവുമോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലേ അത് നമുക്കൊരു വലിയൊരു മാറ്റത്തിന് തുടക്കമാകുമെന്നുണ്ടെങ്കിൽ അത്തരം തുടക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് ഒരു വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മാക്സിമം നമുക്കിത് റീച്ച് കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഭരണാധികാരികളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാനായിട്ട് അവർ അറ്റ്ലീസ്റ്റ് ഒരു നിമിഷം ചിന്തിക്കുകയെങ്കിലും ചെയ്യണം. എന്തുകൊണ്ട് നമുക്കിതിങ്ങനെ ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതിങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം? അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർ ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെ പറ്റാഴികയൊന്നുമില്ല. വിവിധ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇത് ചെയ്യാൻ കഴിയും. ഇത് ചെയ്താലേ നമ്മുടെ റോഡുകൾ വൃത്തിയാവും, നമ്മുടെ റോഡുകളുടെ ആയുസ് കൂടും, നമ്മുടെ റോഡുകളിൽ കൂടി വെള്ളം ഒഴുകുന്നത് ഒഴിവായി പോകും. ആ റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ചായ്വ് അതിനെ നിലനിർത്തണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ ഇനിയും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.